നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ഈ കോട്ടയത്തെ കൂട്ടക്കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് ഓരോരോ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിർണായകമായ സാക്ഷിമൊഴികൾ, പ്രതിയെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തു. അതിനിടയിൽ നിരവധി വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു വെളിപ്പെടുത്തലാണ്, അല്ലെ? അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഒരു നിർണായക സാക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് ഓട്ടോ ഡ്രൈവറിന്റെ ഒരു റോൾ ഈ ഒരു കേസിൽ? അതായത് ഈ അമിത് ഒരുപാട് നേരം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതായത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ കിട്ടിയതാണ്. അപ്പൊ ഒരുപാട് മണിക്കൂറുകൾ ഇവിടെ പിന്നിട്ടതിനു ശേഷം, അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോവാനായി ആ തിരുവാതിക്കലിലേക്ക് പോവാൻ ഒരു ഓട്ടോ വിളിക്കുന്നുണ്ട്. ആ ഓട്ടോക്കാരനാണ് ഇപ്പോൾ ഒരു നിർണായക സാക്ഷിയെ മാറിയിരിക്കുന്നത്. കാരണം അമിത് ഉറാങ് തിരുവാതിക്കൽ എത്തിയതിന് ഈ ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു. പിന്നീട് കൊലപാതക വാർത്ത പുറത്തു വന്നതോടെ, അതായത് ഈ പ്രതിയുടെ ചിത്രം പുറത്തു വന്നതോടെയാണ് തന്റെ ഓട്ടോയിലാണ് ഈ വന്നിറങ്ങിയത്, ഇയാളാണ് പ്രതി എന്ന് ഇയാൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ ജയേഷ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഏകദേശം രാത്രി 12 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഈ ഓട്ടോയിൽ കയറിയതെന്നാണ് ജയേഷ് പറയുന്നത്. തിരുവാതിക്കലിൽ പോകണമെന്നും എത്ര പൈസ ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ തന്നെയായിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നത്. അസം സ്വദേശിയാണ്, അതുകൊണ്ട് മലയാളം സംസാരിക്കുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ മലയാളം തന്നെയാണ് സംസാരിച്ചത്. പിന്നെ കൂടുതൽ വിലപേശാനൊന്നും നിന്നില്ല. ഈ യാത്രക്കിടെ ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഇയാളെ തുടർന്ന് തിരുവാതിക്കൽ കവലയിൽ ഇറക്കിയെന്ന് ജയേഷ് പറയുന്നുണ്ട്. ഈ ഓട്ടോയിൽ കയറിയപ്പോൾ പ്രതി കയ്യിലൊന്നും സൂക്ഷിച്ചിരുന്നില്ലെന്ന് ജയേഷ് പറയുന്നുണ്ട്. പക്ഷെ ഇയാളുടെ വേഷം ശ്രദ്ധിച്ചിരുന്നു. കാരണം ഒരു നിക്കറും ബനിയനും ഒക്കെയാണ് ഇയാൾ ഇട്ടിരുന്നത്. പിന്നെ ഇയാൾ കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ വന്നതാണ് എന്ന തരത്തിലുള്ള ഒരു ഒരു സിമ്പിൾസും അയാൾ കാണിച്ചിരുന്നില്ല. കാരണം അയാള് കാമായിരുന്നു, മറ്റൊന്നും സംസാരിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അയാൾ ഫോണിലൊന്നും ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഒന്നും തന്നെ ഒരു വിവരങ്ങളും പുറത്തേക്ക് പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ വിവരമൊക്കെ ഈ കൂട്ടുകാരെയും പോലീസിനെയും ഒക്കെ ജയേഷ് അറിയിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശങ്കാപരമായി തോന്നുന്നത്, ഇത്രയും വലിയൊരു കൊലപാതകം നടത്തണം എന്ന ലക്ഷ്യത്തോടെ വരുന്ന പ്രതി തന്നെ ഉള്ളില് ഒന്നും അലട്ടുന്നില്ല, പുറമെ അത് പ്രകടിപ്പിക്കുന്നില്ല. എന്തോ ഒന്ന് നടന്നു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് അയാൾ ആ ഓട്ടിൽ നിന്ന് ഇറങ്ങിയ CCTV വിഷ്വൽസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുന്നു. ഏകദേശം ഒരു 12 മണിയോടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. 12:30 ഈ വീടിന് സമീപത്തേക്ക് എത്തുന്നു. 1 മണിയോടെ ഈ ഒരു കൊലപാതകം നടത്തുന്നു. 3:45 ഈ വീട്ടിൽ നിന്ന് തിരിച്ച് ആ DVRമായി പ്രതി ഇറങ്ങി പോകുന്നു. ഇതാണ് ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇയാള് ഇപ്പൊ പോലീസിനോട് കുറച്ച് നിർണായക വെളിപ്പെടുത്തൽ, അതായത് വിശദമായി തന്നെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജയകുമാറിനെ മാത്രമാണ് ഇയാൾ ലക്ഷ്യമിട്ട് വന്നത്. അബദ്ധത്തിലാണ് ഈ മീര കൺമുന്നിൽ പെട്ടുപോകുന്നതും അവസാനം കൊലപ്പെടുത്തുന്നതും. അവസാനം ഇപ്പോൾ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ മീര കണ്ടുകൊണ്ട് വന്നിട്ട് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കൊലപാതകം നടത്തുന്നത്. പിന്നെ ഈ വിജയകുമാറിനോട് എത്രത്തോളം വൈരാഗ്യം ഇയാൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പോലീസ് പറയുന്നത്. വിജയ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഇയാൾ ആ കോടാലി കൊണ്ട് വെട്ടുന്നത്. അപ്പൊ ഈ ശബ്ദം കേട്ടാണ് മീര എഴുന്നേറ്റത്. മീര എഴുന്നേറ്റ് നേരെ മുറിക്ക് പുറത്തേക്ക് എത്തുന്നു. തുടർന്ന് മീരയെ കൂടി ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോ തന്റെ കുടുംബത്തെ നശിപ്പിക്കുകയും അവരുടെ മുന്നിൽ നാണം കെട്ടവനാക്കുകയും ചെയ്ത ഈ വിജയകുമാറിനോട് പ്രതിക്ക് തീർത്താൽ തീരാത്ത പകയായിരുന്നു എന്ന് പോലീസ് കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ കൂടാതെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ കൊലപാതകം നടന്ന സമയത്തൊക്കെ ഇവരെ വിവസ്ത്രരാക്കിയിരുന്നു. എന്നാൽ അതിനുള്ള കാരണം പ്രതി പറയുന്നുണ്ട്. അതായത് എന്തായിരുന്നാലും ഈ ഒരു കൊലപാതകം നാളെ പുറം ലോകം അറിയും. അപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ അവര് നാണം കെടണം. അതായത് അത്രത്തോളം നാട്ടുകാർ പോലും ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാതെ കിടക്കുന്നത് കണ്ട് ആ മൃതദേഹങ്ങൾ പോലും നാണിച്ചു പോകട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഈ പറയുന്ന ഈ അമിതിനുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെ വളർത്തു നായ്ക്കളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് സംഭവ ദിവസം സംഭവത്തിന്റെ തലേ ദിവസം ഒരു നായ ചത്തിരുന്നു. അതിന്റെ അടുത്ത ദിവസം ഒരു നായ മയങ്ങിയ അവസ്ഥയിലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നായയെ മയക്കാനായി താൻ ഒന്നും നൽകിയിട്ടില്ലെന്നാണ് ഈ അമിത് പറയുന്നത്. തന്നെ മുൻപരിചയം ഉള്ളത് കൊണ്ട് തന്നെ അവ കുരയ്ക്കില്ലെന്ന് തനിക്ക് അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും ഈ വീടിനുള്ളിൽ കയറി ഉടനെ തന്നെ ഇയാൾ നായയുടെ അടുത്തെത്തി ഈ കയ്യിൽ കരുതിയ പലഹാരമൊക്കെ നൽകിയെന്ന് പറയുന്നുണ്ട്.
പിന്നെ CCTV ക്യാമറകളിൽ ഈ മുഖം പതിയാതിരിക്കാനായിട്ട് ഇയാൾ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും പക്ഷെ ചുറ്റിലും ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ ഉള്ളത് കൊണ്ട് തന്റെ മുഖം മറയ്ക്കാൻ കഴിയില്ലെന്ന് ഈ പ്രതിക്ക് അറിയാം. തുടർന്നാണ് ഈ DVR കൈക്കലാക്കണം എന്ന് പ്രതി ഉറപ്പിച്ചുകൊണ്ട് അതുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോ ഇത്തരത്തിൽ വെൽ പ്ലാനിങ്ങോട് കൂടിയാണ് പ്രതി എത്തിയതെന്ന് പറയുന്നു എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും അമിതാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതായത് തെളിവുകളെല്ലാം, അതായത് അമിതാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള തെളിവുകൾ മനഃപൂർവ്വം കൊണ്ട് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഇയാളുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേറെ എങ്ങും കളഞ്ഞു പോയില്ല, ആ വീടിന് മുന്നിൽ തന്നെ കളഞ്ഞു പോകുന്നു. പിന്നെ ഇയാൾ മനഃപൂർവ്വം CCTVക്ക് മുന്നിൽ ഇയാളുടെ മുഖം പതിയണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ DVR പിടിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. മാക്സിമം എല്ലാ ഏരിയയിലും മുഖം പതിയാതിരിക്കാൻ ശ്രമിച്ച പ്രതി എന്തിനാണ് മനഃപൂർവ്വം ഇവിടങ്ങളിലൊക്കെ തന്നെ കാണിക്കുന്നത്? പിന്നെ ഒരു ഓട്ടോക്കാരൻ, തീർച്ചയായിട്ടും അയാള് ആ സമയത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഓട്ടോയിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും അയാള് നോട്ട് ചെയ്യുമെന്നൊക്കെ അറിയാം. പക്ഷെ ഒരു മാസ്ക് കൊണ്ടുപോലും മുഖം മറയ്ക്കാൻ തയ്യാറാകാതിരുന്ന പ്രതിയാണ് ഇവിടെ എത്തി ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ വിജയകുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഇയാള് ഭയങ്കരമായിട്ട് അലറി വിളിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെന്നാണ് ആ ചോദ്യം ചെയ്ത പോലീസുകാരൊക്കെ പറയുന്നത്. അതൊക്കെ വെറും ഒരു നാടകമല്ലേ? അതായത് പ്രതിക്ക് ഇത്രയും വൈരാഗ്യം ഉണ്ട് എന്നിങ്ങനെ മനഃപൂർവ്വം വരുത്തി തീർക്കുന്നത് പോലെ. ഇപ്പൊ തന്നെ ചില വോയിസ് ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ വിജയകുമാറിന്റെ സുഹൃത്ത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വെളിപ്പെടുത്തൽ പറയുന്നത്, മകന്റെ മരണം നമുക്കറിയാം, ഗൗതമിന്റെ മരണം ദുരൂഹമായ സാഹചര്യത്തിലാണ് നടന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ CBI കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ CBI കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇവർ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ മകന്റെ മരണം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് അവർക്ക് ഈ വിജയകുമാറിനെ കൊണ്ട് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം അയാള് ഒരു ശതകോടീശ്വരനായിരുന്നു. ബാംഗ്ലൂരിലടക്കം അയാൾക്ക് കോടികൾ വിലമതിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു ആവശ്യം ഇവരെ കൊണ്ട്, അതായത് വിജയകുമാറിനെ കൊണ്ട് അവർക്ക് ഉണ്ടായിരുന്നു ആവശ്യം. പക്ഷെ അത് നടത്തി കൊടുക്കാത്തത് കൊണ്ട് ഈ മകനെ ദാരുണമായി കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലും വിജയകുമാർ വീഴുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മറ്റ് പലതരത്തിൽ ഇയാളെ അപായപ്പെടുത്താനായി ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ഈ അമിതിനെ ഒരു കരുവാക്കിയതെന്ന് തന്നെ പറയണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, 2 സ്ത്രീകളാണ് ഇവരെ ഇറക്കിയതല്ലേ. ഇപ്പൊ പോലീസ് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. അതായത് ആ ഒരു കാര്യത്തിൽ അത് ആരാണ് ആ സ്ത്രീകൾ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. മാത്രമല്ല ഇയാള് നമുക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അതായത് ഇത്രയും ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ്, അത് മാത്രമല്ല മൊബൈൽ മോഷണ കേസിൽ അകത്തു പോകുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. അപ്പൊ ജാമ്യത്തിൽ ഇറങ്ങാൻ പാകത്തിന് ഒരു ഹോൾഡ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം കിട്ടാൻ മാത്രമുള്ള വ്യക്തിയാണോ എന്നൊരു ചോദ്യമൊക്കെ ഉയരും. അപ്പോൾ ഈ ജാമ്യം കിട്ടാൻ വേണ്ടി കാരണമായത് ഈ സെല്ലില് ഫൈസൽ ഷാജി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇയാളുടെ ഈ അമിത്തിന്റെ കൂടെ. ഈ ഫൈസൽ ഷാജിയാണ് അമിത്തിനെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചത്, ജാമ്യത്തിന് നിൽക്കാൻ ആളെ ഒരുക്കി കൊടുത്തത്. ഈ അമിത്തിന്റെ അമ്മ പൈസ അയച്ചു കൊടുത്തു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആരാണ് ആ 2 സ്ത്രീകൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പോലീസ് അത് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ അമിത് ഈ പൈസ, അതായത് 1 ലക്ഷം രൂപയോളം പിൻവലിച്ച് എടുത്തായിരുന്നല്ലോ ഈ ഫോൺ മോഷ്ടിച്ച ശേഷം. ഏകദേശം ഒരു 3 ലക്ഷത്തിനടുത്ത്. അപ്പൊ ഒരു വലിയ എമൗണ്ട് ഈ വിജയകുമാറിന്റെ കയ്യിൽ നിന്ന് ഫോൺ മോഷ്ടിച്ച് ഇയാള് മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു അടിമയെ പോലെയാണ് വിജയകുമാർ കണക്കാക്കിയത്. താൻ ചെയ്ത ജോലിക്കൊന്നും ശമ്പളം തന്നിട്ടില്ല എന്ന ഗുരുതര ആരോപണങ്ങളൊക്കെ അമിത് വിജയകുമാറിനെതിരെ പറയുന്നുണ്ട്. അപ്പോ ഈ പണം ഇങ്ങനെ മോഷ്ടിച്ചപ്പോ ഈ സുഹൃത്ത്, അതായത് അമിത്തിന്റെ പെൺ സുഹൃത്ത്, ഭാര്യ എന്ന് പറയപ്പെടുന്നു. അപ്പൊ അവര് ഈ പണം ഇങ്ങനെ മോഷ്ടിക്കരുത്, തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അമിത് കേൾക്കുകയും ചെയ്തു. ശരി, എന്നാ ഈ പണം തിരിച്ചു കൊടുത്തേക്കാം എന്ന് അമിത് വിചാരിച്ചു. പക്ഷെ പണം തിരിച്ചു തരാം, കേസ് പിൻവലിക്കണം എന്ന് വിജയകുമാറിനോട് ഒരു അനുരഞ്ജനത്തിന് വന്നുവെങ്കിലും വിജയകുമാർ അത് കേട്ടില്ല. അപ്പോ അങ്ങനത്തെ ഒരു ശ്രമം ഒക്കെ നടന്നു. പക്ഷെ എല്ലാം ഈ ഒരു രീതിയിൽ അവസാനിക്കുകയായിരുന്നു. ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഈ അമിതിനെയും ഈ പറയുന്ന ഭാര്യനെയും ഒക്കെ ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് വിജയകുമാർ കാണുന്നത്. അങ്ങനെ വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന അവിടെ ആ ഒരു സ്ഥലത്ത് ഈ ജോലിക്ക് കയറുന്നു. പിന്നീട് ഇയാള് വിജയകുമാർ വിശ്വസ്തനായി മാറി ബാങ്ക് ഇടപാടുകൾക്കൊക്കെ ഇയാൾ പോകുന്ന ഒരു അവസ്ഥ വരുന്നു. ഇതിനിടയിലാണ് ഈ പറയുന്നത് പോലെ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തങ്ങളെ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അമിത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു.
തുടർന്ന് പൈസ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പലതവണ ഏകദേശം ഒരു നാല് അക്കൗണ്ടുകളിൽ നിന്നായിട്ട് പണം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് ഇക്കാര്യം വിജയകുമാർ അറിയുകയും അമിതിനോട് ആ പൈസ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ കാലതാമസം നേരിട്ടതോടുകൂടിയാണ് ഇദ്ദേഹം കേസ് കൊടുക്കുന്നതും ആ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യുന്നതും. അപ്പൊ ആ പണം പിൻവലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ വരുന്നു. അപ്പോൾ ഇതിനിടയിൽ തെളിവുകളൊക്കെ എതിരാണെന്ന് കാണുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ ഭാര്യ പിണങ്ങി പോകുന്നു, പ്രസവം കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് മരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇയാൾ പറയുന്നത് പ്രസവശേഷം തന്റെ ഭാര്യയെ തനിക്ക് പരിചരിക്കാൻ കഴിഞ്ഞില്ല, അതിന് കാരണക്കാരനായി മാറിയത് ഈ വിജയകുമാറാണ്. അപ്പൊ തന്റെ കുടുംബം ഒന്നാകെ നാശമായി പോയി. അപ്പോ അത് കാരണം ഇനി അയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് ഇയാള് ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ ഫൈസൽ ഷാജിയെ കാണുന്നു. ഫൈസൽ ഷാജിയോട് ഇത്തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു എന്നൊക്കെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതായത് തന്നെ ജാമ്യത്തിൽ ഇറക്കാനായി അത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ ആ സ്ത്രീകൾ, അതായത് അവിടെ ഒരു മാഫിയ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറക്കാനായി, അവർ ആരാണെന്ന് പോലും ഇവർക്ക് പരസ്പരം അറിയില്ല എങ്കിൽ പോലും ഇവർ ജാമ്യത്തിൽ ഇറക്കാനായി ഈ സ്ത്രീകളെയൊക്കെ ഇറക്കുന്നു. അവർക്ക് 5000 മുതൽ 10000 രൂപ വരെയൊക്കെയാണ് ഇതിനായി കൊടുത്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ 2 സ്ത്രീകളെയാണ് അന്ന് കൊണ്ടുവന്നത്. അപ്പൊ ഇതിന് പിന്നിൽ ഒരു വക്കീലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വിജയകുമാറിനെ അപായപ്പെടുത്തണം എന്ന് കരുതിയിരുന്ന ഒരു ടീം, അതിനിടയിലായിരിക്കാം ഈ പറയുന്ന അമിതിന് ഉള്ള ആ ഒരു വൈരാഗ്യം തിരിച്ചറിയുന്നതും അമിതിനെ കരുവാക്കിക്കൊണ്ട് ഈ ഒരു കൃത്യം അമിതാണ് ചെയ്തത് എന്നുള്ള രീതിക്ക് എത്തിക്കുന്നതും. പക്ഷേ ആ CCTV ഒന്നും തന്നെ ഇത്രയും വലിയൊരു മാരകമായ കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഒരു തുള്ളി ചോര പോലും ആ ഒരു വസ്ത്രങ്ങളിൽ നിന്നും പറ്റിപ്പിടിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, ഇയാൾ കൊണ്ട് ഈ DVR കളയുന്നു, തിരിച്ച് അതേ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ സംശയിക്കേണ്ടി വരുന്നത് മറ്റാരുടെങ്കിലും ഇടപെടൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നാണ്. അമിതിന് തീർച്ചയായിട്ടും ആ വീട് ഒക്കെ അറിയാമായിരുന്നു. അപ്പോൾ എങ്ങനെ ആ വീടിനുള്ളിലേക്ക് കടക്കാൻ കഴിയും? കാരണം മേൽഭാഗത്തെ കുറ്റി മാത്രമേ ഇടുകയുള്ളൂ എന്ന് അയാൾക്കറിയാം. അയാൾ അവിടെ താമസിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇയാൾ ചിലപ്പോൾ കതക് തുറന്നിട്ടുണ്ടാകാം, അകത്ത് കയറിയിട്ടുണ്ടാകാം. ഇതിനിടയിൽ മറ്റാരെങ്കിലും അവിടേക്ക് കടന്നു കയറിയിട്ടുണ്ടാകാം. തിരിച്ച്, അതായത് ആജാനബാഹുവായ വിജയകുമാറിനെ ഈ പറയുന്ന ഒരു എല്ലും തോലുമായിട്ടിരിക്കുന്ന ഒരു ചെറുക്കൻ നെഞ്ചിന് പുറത്ത് കയറിയിരുന്ന കോടാലി കൊണ്ട് തുരുതുരെ വെട്ടി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ വിജയകുമാർ ശ്രമിച്ചിട്ടുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിജയകുമാറിനെ എന്തെങ്കിലും തരത്തിൽ മയക്കി കിടത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം. കാരണം ഒന്നുകിൽ അവിടെ ഉള്ള ആരുടെയെങ്കിലും സഹായം, അതല്ലെങ്കിൽ ഈ മറ്റെന്തെങ്കിലും തരത്തിൽ മയക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. കാരണം ഈ ഒരു ശബ്ദം കേട്ടുണ്ട്, വിജയ വിജയ എന്നുള്ളൊരു ശബ്ദം കേട്ടുകൊണ്ട് മാത്രമാണ് മീര മുറിക്ക് പുറത്തുനിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്തരത്തിൽ പല ദുരൂഹതകളും ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്. ഈ ഒരു DVR എടുത്ത് മോഷ്ടിച്ച് അല്ലെങ്കിൽ CCTV കുടുങ്ങും, അല്ലെങ്കിൽ CCTV നിന്ന് അതൊരു തെളിവായിട്ട് വരണ്ട എന്ന രീതിയിൽ പ്രവർത്തിച്ച് അത് DVR എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ബുദ്ധി, അത് ശരിക്കും ആരുടെ ബുദ്ധിയാണ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അല്ലെ? ശരിക്കും കൊലപ്പെടുത്തിയത് അമിതാണെങ്കിൽ പോലും ഈ അമിതിനെ അത് ഏൽപ്പിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അമിതിന് ഇത് മാത്രം ഒരു കൊലപാതക കാരണമായി തോന്നുന്നില്ല. കാരണം അയാൾ വളരെ കൂളായിട്ടാണ് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത്. അതായത് മറ്റാരും ഇത് ചെയ്തോളും, തനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല, താൻ അതിനുശേഷമുള്ളത് മാത്രം താൻ നോക്കിയാൽ മതി എന്നുള്ളൊരു ലാഘവത്തോടെ ഇറങ്ങുന്നതാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയം SP പറഞ്ഞത് പുള്ളി ഈ അമിത് തന്നെയാണ് പ്രതി, തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്, വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, തെളിവുകളെല്ലാം അങ്ങോട്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണ്. അത് മുടിനാര്, മറ്റ് പല തെളിവുകളും അങ്ങോട്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നു, പ്രതിയെ പിടിക്കുന്നു. തീർച്ചയായിട്ടും അന്വേഷണ സംഘം കൃത്യമായി തന്നെയാണ് പ്രതിയെ പിടിച്ചത്. പക്ഷേ ഇയാൾക്ക് പിന്നിൽ മറ്റു ചിലരുണ്ട്. അമിതിനെ ഇറക്കിക്കൊണ്ട് അമിതിനെ ഇറക്കിക്കൊണ്ട് വമ്പൻ സ്രാവുകൾ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. ആ നാട്ടുകാരൊക്കെ തന്നെ പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അതായത് മകന്റെ മരണത്തോടു കൂടി തന്നെ അവരെ പല വിധത്തിൽ തളർന്നിരിക്കുകയായിരുന്നു. കാരണം ഭാര്യ മീര മാനസികമായി തളർന്നിരുന്നു. മകളുടെ വിവാഹത്തിന് പോലും മീര പങ്കെടുത്തിരുന്നില്ല എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്രത്തോളം മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു മീര. പിന്നീട് ഒരിടങ്ങളിലൊന്നും പോയിരുന്നില്ല, വീടിനുള്ളിൽ തന്നെയായിരുന്നു. അപ്പൊ ഇതിനിടയിലാണ് മകന്റെ ചിലപ്പോ പല തെളിവുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകാം. ഇന്ന ആൾ തന്നെയാണ് എന്റെ മകനെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ
അവർക്ക് പുറം ലോകത്തേക്ക് വരും എന്ന് ഏകദേശം ഉറപ്പായപ്പോൾ തീർച്ചയായിട്ടും ഈ അമിത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ അപായപ്പെടുത്താനുള്ള സാധ്യതയും ഇവിടെ നടന്നിരിക്കാം. മാത്രമല്ല ഇപ്പോൾ അമിത് റിമാൻഡിലാണ്, ഇനി കോടതിയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇനിയും സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അതെ, മകള് വന്നിട്ടില്ല. വിസയുടെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിസ ലഭിക്കുന്നത് സംബന്ധിച്ച തടസ്സങ്ങളൊക്കെ കാരണമാണ് ഈ വിദേശത്തുള്ള മകൾ വരാൻ വൈകുന്നത്. അപ്പൊ മകൾ വന്നതിന് ശേഷമായിരിക്കും ഈ സംസ്കാരം നടക്കുക. എന്തായാലും ഈ മരണകാരണം, സമയം തുടങ്ങിയൊക്കെ കണ്ടെത്താനായിട്ട് വിശുദ്ധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ട് പോലീസ് കാത്തിരിക്കുകയാണ്.